സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് ഒക്കെ എത്തിയപ്പം കുറച്ച് ലാഗ് പിന്നെ ഇതെല്ലാം എല്ലാവർക്കും വർക്ക് ആവുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. സാറ്റിസ്ഫൈഡ് അല്ല. സാറ്റിസ്ഫൈഡ് അല്ല. അല്ല ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ പടം കയറി പോകുന്നുണ്ട്, പക്ഷേ പിന്നെ അങ്ങോട്ട് ആ ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, വിചാരിച്ച ഒരു ഇത് വന്നില്ലെങ്കിലും കണ്ടിരിക്കാം. പടം കുഴപ്പമില്ല, ആവറേജ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ റൈറ്റിങ്ങിലും എഡിറ്റിങ്ങിലും ലാസ്റ്റിക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് ഒരു മെസ്സി ഫീൽ വന്നു. കുഴപ്പമില്ല, പക്ഷേ വിചാരിച്ചത്രയില്ല. പിന്നെ ഇപ്പൊ ഇത്രയും ക്രിയേറ്റ് ചെയ്ത ഒരു ഹൈപ്പിനൊക്കെ ഉണ്ടോ എന്നുള്ള ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഒരു 5-ൽ എത്ര സ്റ്റാർ കൊടുക്കും? 2.5 ഒക്കെ കൊടുക്കും. പക്ഷെ ലാലേട്ടന് സെക്കൻഡ് ഹാഫ് കാണിച്ചപ്പോൾ പടം കൂടുതൽ ഹൈ ലെവൽ എത്തിയെന്ന് പറയാം. ലാലേട്ടൻ കോളേജ് ചെയ്തിട്ടുണ്ട്. മാസം പ്രതീക്ഷ വരുന്നത് ഒരു ക്ലാസ് മഹേഷ് നാരായണന്റെ ഒരു പടം ടേക്ക് ഓഫിന് അത്ര വന്നില്ല. സ്റ്റാർ കാസ്റ്റ് കൊണ്ട് കാര്യമില്ല. ഞാൻ ആദ്യം വെച്ചപ്പോൾ ഞാൻ 2020 പോലെയാണ്, 20 പോലെ അല്ല. കുഴപ്പം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ചെയ്യുമ്പോൾ ലാലേക്കും ഒരു റോളും ഇല്ല. പുള്ളി ശരിക്കും സൈഡാക്കിയിരുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മോഹൻലാലും മമ്മൂട്ടിയും പ്രധാന വേഷത്തിലെത്തുന്ന പാട്രിയറ്റ് എന്ന സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. ചാക്കോച്ചൻ, കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, നയൻതാര, ഒരു വലിയ താരനിര തന്നെയുണ്ട്. മോഹൻലാലും മമ്മൂക്കയും 18 വർഷങ്ങൾക്ക് ശേഷം 2020ക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കൊടുക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു പാട്രിയറ്റ് എന്ന് പ്രേക്ഷകരോട് തന്നെ നമുക്ക് ചോദിക്കാം. 100% അവരുടെ പ്രതീക്ഷ കാത്തോ എന്ന് പ്രേക്ഷകരുടെ അഭിപ്രായം തേടാം. പടം കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ഒന്നായിരുന്നു. സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് ഒക്കെ എത്തിയപ്പം കുറച്ച് ലാഗ്, പിന്നെ ഒരു മിക്സ്ഡ് പരിപാടി പോയി. വിചാരിച്ച ആ ഒരു ലെവൽ എത്തിയില്ല. പെർഫോമൻസും കാര്യങ്ങളും പ്രൊഡക്ഷനും മേക്കിംഗ് ഒക്കെ മഹേഷ് നാരായണൻ്റെ പരിപാടി തന്നെ സ്ലോ ആണ്, കൊള്ളാം. 3 മണിക്കൂർ വേണമെന്ന് തോന്നിയോ? 2.5 മണിക്കൂറിൽ നിർത്താമെന്ന് തോന്നിയോ? 2.5 മണിക്കൂർ 3 മണിക്കൂറുള്ള സ്റ്റഫ് ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോൾ കുറച്ച് മെസ്ഡ് ആയ പോലെ തോന്നി. അങ്ങനെ ലാഗ് ഒന്നും തോന്നിയില്ല, സ്ലോ മേക്കിംഗ് ആണ്. പക്ഷേ അത്യാവശ്യം എൻഗേജ്ഡ് ആയിരുന്നു പെർഫോമൻസുകളൊക്കെ വെച്ചിട്ട്. ഞാൻ ലാഗ് ഫീൽ ആയിട്ടൊന്നുമില്ല, പക്ഷേ ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോൾ കുറച്ച് മെസ്ഡ് ആയി. മമ്മൂക്കയാണോ ലാലേട്ടനാണോ, ആരാണ് പടത്തിന് ശരിക്കും കാത്തത്? രണ്ടുപേരും അടിപൊളിയായിരുന്നു. ലൈക്ക് പെർഫോമൻസ് വൈസ് രണ്ടുപേർക്ക് അവരുടെ സ്പേസ് ഉണ്ട്. ലൈക്ക് ഹീറോയിസം കാണിക്കാന്നുള്ളതല്ല, കണ്ടന്റ് ആണ് സംഭവം. അപ്പം രണ്ടുപേർക്ക് അവരുടെ സ്പേസ് ഉണ്ട്, അത് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ വൻകിടുമായിരുന്നു. ഫഹദ് അടിപൊളിയായിരുന്നു. എല്ലാവരും ആകാംക്ഷയുടെ പ്രതീക്ഷയുടെ കാത്തുന്ന ആ പ്രതീക്ഷ കാത്തിട്ടുണ്ടോ പാട്രിയറ്റ്? എനിക്ക് ഭയങ്കരമായ പ്രതീക്ഷയില്ലായിരുന്നു, അതുകൊണ്ട് എൻ്റെ പ്രതീക്ഷ ഓക്കെ ലെവലിലായിരുന്നു. കുഴപ്പമില്ല. സാറ്റിസ്ഫൈഡ് അല്ല. സാറ്റിസ്ഫൈഡ് അല്ല. അല്ല ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ പടം കയറി പോകുന്നുണ്ട്, പക്ഷേ പിന്നെ അങ്ങോട്ട് ആ ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് തോന്നിയത്. റൈറ്റിങ്ങിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാമെന്ന് തോന്നി. ആൻഡ് എഡിറ്റിംഗ് കുറച്ച് മെസ്സി ആയി പോയി സെക്കൻഡ് ഹാഫ്. ആ ഒരു ഫീലാണ്. പിന്നെ ക്ലൈമാക്സ് ആണെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ വന്നൊരു പടമാണ്. അപ്പൊ നമ്മൾ ഈ സിനിമ വാഴക്കൊക്കെ മുകളിൽ നിൽക്കണം സത്യം പറഞ്ഞാൽ. ഇത്രയും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ. രണ്ട് ഇൻഡസ്ട്രി ഹിറ്റ് ആണല്ലോ ഇപ്പൊ ഇറങ്ങിയത്. അതെ. ഇപ്പോൾ ഇവര് റീജോൺ ചെയ്ത ഒരു സംഭവം എല്ലാം ഉണ്ട്. പക്ഷേ കണ്ടന്റ് ഓറിയന്റ് പടമാണ്. അത് എല്ലാം അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ റൈറ്റിങ്ങിലും എഡിറ്റിങ്ങിലും ലാസ്റ്റിക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് ഒരു മെസ്സി ഫീൽ വന്നു. ക്ലൈമാക്സ് ആണെങ്കിലും ലാലേട്ടനാണോ മമ്മൂക്കയാണോ, ആരാണ് ഈ പടത്തിനൊരു എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട്, ആരാണ് ഈ പടത്തെ രക്ഷിച്ചത്? ഒരു ക്യാരക്ടർ ഡ്രിവൺ പടം എന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂക്കാന്റെ ക്യാരക്ടറാണ് പടത്തിനെ കൊണ്ടുപോകണത് മുന്നോട്ട്. പക്ഷെ ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ ലാലേട്ടൻ്റെ ക്യാരക്ടറും ഇമ്പോർട്ടൻസ് ഉണ്ട്. വെറുതെ കൊടുന്ന് കുത്തിയറച്ച അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല. പിന്നെ കമ്മിങ് ടു ഇതിൻ്റെ കോറിലേക്ക് വരുമ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് തോന്നിയത്. എന്തായാലും എനിക്കൊരു പേഴ്സണലി ഒരു സാറ്റിസ്ഫൈഡ് എക്സ്പീരിയൻസ് അല്ല കിട്ടിയത്. ഒരു 5-ൽ എത്ര സ്റ്റാർ കൊടുക്കും? 2.5 ഒക്കെ കൊടുക്കും. കുഴപ്പമില്ല, വിചാരിച്ച ഒരു ഇത് വന്നില്ലെങ്കിലും കണ്ടിരിക്കാം. മോശമല്ല. ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടി വരുന്നവർക്ക് ഒരു നിരാശയായിരിക്കും. നിരാശ ഉണ്ടാവില്ല. എന്തായാലും ഇവർ രണ്ടുപേരും കാണാൻ എങ്കിലും വരാലോ. അത് തന്നെ പുറത്താണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡ്യൂറേഷൻ ആണെങ്കിലും മോശമായിട്ടൊന്നും തോന്നിയില്ല. പടത്തിന്റെ പേസ് അങ്ങനെയാണ്, കുറച്ച് സ്ലോ റിതമാണ് അതിൻ്റെ. അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പൊ പുറത്തുനിന്ന് ഞാൻ പടം കണ്ടില്ല, പക്ഷെ പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഹാഫിനാണ് കയ്യടി കിട്ടുന്നത് തോന്നിയത്. ലാലേട്ടൻ വന്നപ്പോഴാണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടായി? പുള്ളിയുടെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, എന്തായാലും വന്നു കഴിഞ്ഞാൽ പുള്ളിക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അത് കറക്റ്റ് പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ഒരു കുറച്ചുകൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ തരായിരുന്നു എന്ന് തോന്നി. ഫഹദൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് കുഴപ്പമില്ല. സാർ ചെയ്യുന്ന പോലെ തന്നെ ആസ് യൂഷ്വൽ പരിപാടികൾ. ഏറ്റവും കൂടുതൽ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് ആണോ നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തൊരു ഘടകമായിരിക്കും ഇതിൽ? പിടിച്ചിരുത്തുന്ന ബേസിക് സ്റ്റോറി അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ അതിന്റെ ഫുള്ളസ്റ്റ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. മ്യൂസിക് നല്ലതാണ്, അത് സ്കോർ ചിലയിടത്ത് നന്നായിട്ടുണ്ട്. 2 സോങ്സും നന്നായിട്ടുണ്ട്. 5-ൽ എത്ര സ്റ്റാർ കൊടുക്കും? ഒരു പേഴ്സണൽ ഒപ്പീനിയൻ 3.5. 3.5. ഓക്കെ. പടം കുഴപ്പമില്ല, ആവറേജ് ആണ്. ആവറേജ് എന്നല്ല, അത്യാവശ്യം വർക്കായി, പക്ഷേ ഉദ്ദേശിച്ചത്ര സെറ്റായില്ല. ഇഷ്ടപ്പെട്ടു, എല്ലാവരും ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. എന്ന് പറയുമ്പോൾ ഫഹദ് ആണെങ്കിലും ഏട്ടനാണെങ്കിലും ഒക്കെ ആണെങ്കിലും എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടു. പിന്നെ
പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ല. ഐ ആം ഹാപ്പി, നോട്ട് ഡിസപ്പോയിന്റഡ്, ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ലാലേട്ടൻ ഫാൻ, മമ്മൂക്ക ഫാൻ വരുമ്പോൾ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ 100% സാറ്റിസ്ഫൈഡ് ആവുന്ന ആരുടെ? അത് ഏതൊരു പടം എടുത്താലും ഡെഫിനറ്റ്ലി ഇഫ് എ ക്യാമിയോ അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും കൂടുതൽ കയ്യടി കിട്ടുക. അത് അങ്ങനെ വരിക. സോ അതുകൊണ്ട് ഒബ്വിയസ്ലി ഏട്ടൻ ഒരു സാധനം. പക്ഷേ ഇറ്റ്സ് നോട്ട് അബൌട്ട്, ഞാൻ അധികം ഒരു ഫാൻ ഫോളോയിങ് ഒരാളല്ല. നല്ല സിനിമ ഏതാണോ അതാണ് എനിക്കിഷ്ടം. ബട്ട് ദെൻ ഡെഫിനറ്റ്ലി ദേ ഡിഡ്ന്റ് ഡിസപ്പോയിന്റ്. അത് ഉറപ്പായിട്ട് പറയാം, രണ്ടുപേരും ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. എവറി വൺ ഇൻഡിവിജ്വലി ദേ ആർ ടു ഗുഡ്. സിനിമയ്ക്കകത്ത് ദ ഹോൾ ഫിലിം ആസ് എ ഹോൾ മനസ്സിലാവുന്നുണ്ട്. ഇറ്റ് ടുക്ക് എ വൈൽ. കാര്യം നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് പുൾ ഓഫ് ചെയ്യാൻ. കാര്യം ലാഗ് ഫീൽ ഇല്ല, ലാഗ് ഫീൽ, അതാണ് ഞാൻ പറഞ്ഞത്. ലാഗ് ഫീൽ ചെയ്യുന്നില്ല. ഇൻട്രീഗിങ് ആണ്, അത്യാവശ്യം നല്ല നമ്മുടെ എൻഗേജ് തരുത്തുന്നുണ്ട്. പക്ഷേ കുറച്ച് പ്രതീക്ഷിച്ചതിൽ എന്താണ് നഷ്ടപ്പെട്ടു പോയത്? ദ തിങ് ഇസ് ദാറ്റ് കുറച്ച് നമ്മൾ ഒരുപാട് ലോജിക്ക് നോക്കി പോകുന്ന ആൾക്കാരല്ല. പക്ഷേ എങ്കിൽ പോലും ഇരിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ മിസ്മാച്ചുകൾ തോന്നും. പിന്നെ ഇപ്പം ഇത്രയും ക്രിയേറ്റ് ചെയ്ത ഹൈപ്പിനൊത്ത ഉണ്ടോ എന്നുള്ള ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത്രേ ഉള്ളൂ. ബട്ട് ദെൻ yeah, not bad. I'll say not bad. ആവറേജ് ആണ്. Average or in between average and above average. That's what I'll say. കുഴപ്പമില്ല, പക്ഷേ വിചാരിച്ചത്രയില്ല. ഒരു 100% എക്സ്പെക്ടേഷനിൽ വന്നതാണോ? 100% എക്സ്പീരിയൻസ്. ആരെ കാണാനായിരുന്നു കൂടുതൽ ആകാംക്ഷ? ലാലേട്ടനെ കാണാൻ. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ വന്നപ്പോഴാണോ കൂടുതൽ കയ്യടി അതെ കിട്ടിയത്? അതെ, കൈഡി കിട്ടിയത് ലാലേട്ടനെ കാണുന്നു. മൊത്തത്തിൽ എന്താണ് പടത്തിനൊരു അപാകതയായി തോന്നിയത്? മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗുണ്ട്. അതായത് ദർശന ആ ഭാഗത്ത് കുറച്ച് ലാഗുണ്ട്. പിന്നെ അല്ലാണ്ട് ആ ഒരു പഞ്ച് എവിടെയും കിട്ടുന്നില്ല. അത്രയും ഒരു ഡ്രാമയായിട്ട് എടുത്താൽ കുഴപ്പമില്ല. ഒരു സ്വാഗതം നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു എന്താ പറയാ, നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷനിൽ പോയിട്ട് ഇതൊരു 125 കോടി മുടക്കിയ ഒരു പടമാണ്. അപ്പം പൈസ ചിലപ്പം കിട്ടുമായിരിക്കും, പക്ഷെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും ഓരോ ഇൻഡിവിജ്വലിനും ഇല്ലാന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഐ മീൻ ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, അല്ലാത്തവരെ പറ്റും തോന്നുന്നു. ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, അതിനുള്ളതൊക്കെ ഉണ്ട്. ഫാൻസിനെ ഓക്കെയാണ്. പടം കൊള്ളാം, ഒരു കണ്ടിരിക്കാവുന്നത്. തിയേറ്റർ കാണുന്ന സെറ്റപ്പ് ഉണ്ട്. ഇതിൽ പോസിറ്റീവായിട്ട് പറയേണ്ടത് ലാലേട്ടൻ മമ്മൂക്കയും തമ്മിലുള്ള സീൻസ് ആയിരുന്നു ഏറ്റവും. അവർ കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ സ്ക്രീൻ കാണുമ്പോൾ നല്ലൊരു ഇമ്പാക്റ്റ് വന്നു തിയേറ്റർ. പിന്നെ ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന സെക്കൻഡ് ഹാഫും, പിന്നെ സെക്കൻഡ് ഹാഫിലുള്ള ചേസ് സീനും അതുപോലെ ഹോസ്പിറ്റൽ ഫൈറ്റും കിട്ടുമായിരുന്നു. ഓവറോൾ കൊള്ളാം, തിയേറ്റർ കാണാൻ സെറ്റപ്പ് ഉണ്ട്. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ലാലേട്ടനാണോ മമ്മൂക്കയാണോ? രണ്ടുപേരും കൊള്ളാം. പക്ഷെ ലാലേട്ടനെ സെക്കൻഡ് ഹാഫിൽ കാണിച്ചപ്പോൾ പടം കൂടുതൽ ഒരു ഹൈ ലെവൽ എത്തിയെന്ന് പറയാം. ലാലേട്ടൻ ആസ് യൂഷ്വൽ കീഴ് റോൾ ചെയ്തിട്ടുണ്ട്. എത്ര 5 സ്റ്റാറിൽ എത്ര കൊടുക്കും? 4, അറ്റ്ലീസ്റ്റ് 4 കൊടുക്കും. എങ്ങനെയുണ്ടായിരുന്നു പാട്രിയറ്റ്? പാട്രിയറ്റ് പറഞ്ഞാൽ പാട്രിയറ്റ് മമ്മൂക്ക ആദ്യം തന്നെ വന്നു ഫസ്റ്റിൽ. സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ ലാലേട്ടൻ വന്നത്. പക്ഷേ ലാലേട്ടന് റോള് കുറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കൻ്റെ അത്ര റോള് ലാലേട്ടനില്ല. കോമ്പെല്ലാം സൂപ്പറാണ്. അതുപോലെ തന്നെ ഫയർ ഫാസിലിന് നല്ല അഭിനയിച്ച നല്ല റോളാണ് ഫയർ ഫാസിലിന് കൊടുത്തത്. കുഞ്ചാക്കോബൻ്റെ റോളും സൂപ്പറാണ്. അതുപോലെ തന്നെ നയൻതാരൻ്റെ റോളും നല്ല റോളാണ്. പക്ഷെ കുട്ടികൾക്ക് നല്ല ഒരു മെസ്സേജ് കൊടുക്കുന്ന സിനിമയാണ് ഈ പാട്രിയറ്റ്. മൊബൈലും അതുപോലെ തന്നെ ലാപ്ടോപ്പിനെ കുറിച്ചിട്ടുള്ള ആ ഒരു മെസ്സേജ്, നല്ല മെസ്സേജാണ് പാട്രിയറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ ഏരിയയും ക്ലാരിറ്റിയും ബാക്കി എല്ലാം ഓക്കെയാണ്. പക്ഷേ ലാലേട്ടൻ്റെ അഭിനയം, ലാലേട്ടനുള്ള റോള് കുറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ട് ഒരു വിഷമമുണ്ട്. ലാലേട്ടനും നല്ല ആദ്യം തന്നെ ലാലേട്ടന് കൊടുക്കണം, ഇത് സെക്കൻഡാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തില് എങ്ങനെയുണ്ട്? ഭയങ്കര എക്സ്പെക്ടേഷന് മൊത്തത്തില് ഫസ്റ്റ് അടിപൊളിയാണ്. പക്ഷെ ലെങ്ത് കൂടിയൊന്നു തോന്നുന്നുണ്ട്. സിനിമ കുറച്ച് കൂടുതലോ 9-15 നമുക്ക് തുടങ്ങിയ സിനിമ ലാഗ് അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ ലാലേട്ടന് കുറഞ്ഞത് കൊണ്ട് ആ വരുമ്പോഴുള്ള ആ തീരുമ്പോഴുള്ള ആ ഒരു ഇത് സിനിമ കിട്ടിയിട്ടില്ല. പക്ഷെ ലാലേട്ടൻ ഫുള്ളുണ്ടായതിന് അടിപൊളിയാണ്. അത്ര മൊത്തത്തിൽ ഒരു നല്ല മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന സിനിമയാണ് പാട്രിയറ്റ്. കൊള്ളാം. മഹേഷ് നാരായണൻ്റെ ഒരു പടം കാണാം. ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും പടമാണോ അതോ മഹേഷ് നാരായണന്റെ ആണോ? മഹേഷ് നാരായണൻ ലാലേട്ടൻ വന്നപ്പോൾ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു പടത്തിൽ. 100% എക്സ്പെക്ടേഷനിലൂടെ വരുന്ന ആൾക്ക് അങ്ങനെ 100% സാറ്റിസ്ഫൈഡ് കിട്ടും. മാസം പ്രതീക്ഷ വരുന്നത് ഒരു ക്ലാസ് മഹേഷ് നാരായണൻ്റെ ഒരു പടം പ്രതീക്ഷ വന്നാൽ എന്താ ഏറ്റവും കൂടുതൽ എൻഗേജിംഗ് ആയിട്ട് തോന്നിയത്? ലാലേട്ടൻ വന്നപ്പോൾ ഒരു 5-ൽ എത്ര സ്റ്റാർ കൊടുക്കും ചോദിക്കുകയാണ്? 3.5. നല്ലൊരു പടമാണ്. തിയേറ്ററിൽ എന്താ പറയുക എക്സ്പീരിയൻസ്. നമ്മളിപ്പോൾ ലാലേട്ടൻ മമ്മൂക്ക കോംബോയിൽ ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ആ കോംബോയിൽ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ മമ്മൂക്ക പറയുന്ന പോലെ ഒരിക്കലും നടന്നിട്ടില്ലാത്ത, നടക്കാൻ പാടില്ലാത്തൊരു കഥയാണിത്. അപ്പോൾ ശരിക്കും പറയാൻ ചില സമയം നമുക്ക് തോന്നും നമുക്ക് എന്താ പറയുക ഭയങ്കര
ഫേമസ് ആയിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകളിൽ തന്നെയുള്ള കഥ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ നല്ല മേക്കിംഗ്, മ്യൂസിക് ഒക്കെ വേറെ ലെവല്. പകതായാലും ചാക്കോച്ചനായാലും നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നല്ലൊരു ഫിലിം തന്നെയാണിത്. എന്താ പറയുക, നമുക്ക് പറഞ്ഞ പോലെ തന്നെ പാട്രിയറ്റിന് ശേഷവും പാട്രിയറ്റിന് മുമ്പും എന്നുള്ള ലെവലിൽ തന്നെയാണ് ഒരു പക്ക ഒരു മൈൽ സ്റ്റോൺ ഫിലിം തന്നെ എനിക്ക് പാട്രിയറ്റ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ്. ഇത് ലാലേട്ടനാണോ മമ്മൂക്കയാണോ ആരാണ് ഈ പടത്തെ പിടിച്ചു നിർത്തിയെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാനുള്ളത്? ഒരു മൈന്യൂട്ടായിട്ടെങ്കിലും. നമുക്കറിയാം അവരവരുടെ ഭാഗം അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക ഫസ്റ്റ് ഹാഫ് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ സെക്കൻഡ് ഹാഫ് സ്കോർ ചെയ്തു. അപ്പം ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും അവർ രണ്ടുപേരും ഒരുമിച്ച് പടം വേറെ ലെവലിൽ തൂക്കുന്ന ലെവലില്ല. ശരിക്കും പറയാം അവരെക്കാൾ അവരുടെ ക്യാരക്ടേഴ്സ് അത്രയും ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവരല്ല, അവരുടെ കഥാപാത്രമാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. 3 മണിക്കൂർ കുറച്ച് കൂടുതലാണെന്ന് തോന്നിപ്പോയോ? ഇല്ല, പടത്തിന് വേണ്ട ലെവലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ കട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കണക്ഷൻ കിട്ടത്തില്ല, അതുകൊണ്ടായിരിക്കും അത്ര ലെങ്ത് വരാം. പക്ഷേ ലാഗൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ 11 ടോപ്പിക് ഒക്കെയാണ്. അത് കുഴപ്പം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ചെയ്യുമ്പോൾ ലാലേട്ടന് ഒരു റോളും ഇല്ല. പുള്ളി ശരിക്കും സൈഡാക്കിയാണ്. ഇത് ത്രൂ ആയിട്ട് ഒരു പക്ക മമ്മൂട്ടി ഫിലിമാണ്. പിന്നെ ഭാഗത്തിൻ്റെ കഥാപാത്രമാണ് ക്ലീസ്റ്റ് പ്രതീക്ഷിക്കുന്ന എക്സ്പ്രേറ്റീവ് റോളാണ്. പിന്നെ ലാഗ് സെക്കൻഡ് ഹാഫ് നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഇല്ല സെക്കൻഡ് ഹാഫിന്. ഇതൊരു മാസ് ഫിലിമൊന്നല്ല, സാധാരണക്കാർക്ക് മനസ്സിലാൻ ബുദ്ധിമുട്ടാണ്. ക്ലാസ് ഫിലിമാണ്. ഷെയ്ക്കോഫിൻ്റെ അത്രയും വന്നില്ല. പക്ഷേ സ്റ്റാർ കാസ്റ്റ് കൊണ്ട് കാര്യമില്ല. പക്ഷേ ലാലേട്ടൻ സെക്കൻഡ് ഹാഫ് നല്ല റോൾ കൊടുത്തെങ്കിൽ പടം വേറെ ലെവൽ പോയാൽ. ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു. ശരിക്കും ഇത് ചാക്കോച്ചന്റെ മൂവിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. മമ്മൂട്ടിയാണ്. ത്രൂ ഔട്ട് മമ്മൂട്ടിക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ആദ്യം അതിനെ ചാക്കോച്ചൻ. നയൻതാരയ്ക്കൊന്നും ഒരു റോളുമില്ല. ഇത് ലാലേട്ടൻ ശരിക്കും സൈഡാക്കിയാണ്. പുള്ളി ഒന്നും കൊടുത്തിട്ടില്ല. ലാലേട്ടൻ വന്നപ്പോഴാണോ ഭയങ്കര ഒരു സ്വാഗ് ഫീൽ ചെയ്തത്? വന്നിട്ട് വന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവം നടക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്നില്ല. സിനിമയുടെ പോയിലേയും ലാലേട്ടൻ്റെ അത് വളരെ മോശമായി ശരിക്കും സൈഡാക്കിയാണ്. ടിപ്പിക്കൽ മമ്മൂട്ടി പടയം മാറി. മഹേഷ് നാരായണന്റെ മേക്കിംഗ് ടേക്ക് ഓഫിന്റെ അത്ര വന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ആവണ്ടായില്ല, സെക്കൻഡ് ഹാഫ് ശരിയായില്ല. ടേക്ക് ഓഫിന്റെ അത്ര വന്നിട്ടില്ല. ഒരു 100% നമ്മൾ പ്രതീക്ഷയോടെ വരുന്നവർക്ക് നിരാശയായിരിക്കും. മമ്മൂക്ക ഫാൻസുകാർക്ക് ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടി പക്കാ മമ്മൂട്ടി ഫിലിമാണ്. ലാൽ ഫാൻസ് ഇഷ്ടപ്പെട്ടു. ഒരു 5-ൽ എത്ര സ്റ്റാർ കൊടുക്കും? 3.5 3.2. പേട്രിയറ്റ് ഇപ്പോൾ കണ്ടിറങ്ങിയുള്ളൂ. മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒരു തകർപ്പൻ പെർഫോമൻസ് ഒരു രക്ഷയില്ല. നന്നായിട്ടുണ്ട്. നല്ല മേക്ക് ഓവറൊക്കെ അടിപൊളിയുണ്ട്. പിന്നെ പകതിൻ്റെ കാര്യം പറയുമ്പോൾ വേണ്ട, നല്ലൊരു വില്ലൻ വേഷം ചെയ്തിട്ടാണ് മൂപ്പർ ഇതാണ്. ചാക്കോച്ചനായാലും ശരി, പിന്നെ നയൻതാരയുടെ എല്ലാവർക്കും ചെയ്തു വെച്ച സാധനങ്ങളല്ല. നയൻതാരക്കൊന്നും അധികം ചെയ്യാനില്ലെന്ന് പറയുന്നത് കുറച്ച് ഹാഫ് ടൈമിന് ശേഷം വരുന്നുള്ളൂ. എന്നാലും അത്യാവശ്യം അതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകണൊക്കെ അവർ തന്നെയാണ്. നന്നായിട്ടുണ്ട്. ലാലേട്ടന് റോള് കുറഞ്ഞു പോയി തോന്നുന്നുണ്ടോ? അല്ല, ലാലേട്ടന്റെ സീനൊക്കെ ലാലേട്ടൻ്റെ സീനുകൾ ഹാഫ് ടൈമിന് ശേഷമാണ് വരുന്നത്. പക്ഷെ ചെയ്തു വെച്ച സാധനങ്ങൾ അടിപൊളിയാണ്. എന്നുവെച്ചാൽ ഒരു മിലിറ്ററി ഓഫീസറെ ഇതിലാണല്ലോ ഇപ്പോൾ അവർ വരുന്നത്. മമ്മൂക്കാൻ്റെ ഒരു ഇതായിട്ട് അത്രയും നന്നായിട്ടുണ്ട്. ചെയ്തു വെച്ചാൽ സൂപ്പറായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അത് ഇനിയിപ്പോൾ മറ്റുള്ളവരങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരിനെ എതിർപ്പുള്ള ടീമുകളാണ്. മമ്മൂട്ടീനെ പറ്റിയിട്ട് മോഹൻലാലിൻ്റെ ടീമും പറയും മോഹൻലാൽ. പക്ഷേ നമുക്ക് അങ്ങനെയല്ല ഉണ്ട്. അവർ ഈ പ്രായത്തിൽ രണ്ടുപേരും അങ്ങനത്തെ ഒരു ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് കൈയടിക്കണം. അത്രയും നല്ല പെർഫോമൻസ്. ഈ 74-75 വയസ്സും മറ്റേ 73 വയസ്സുള്ള 2 ടീമുകളാണ് ഈ ചെറുപ്പക്കാരെ പിള്ളേരുടെ ഇപ്പോൾ അഴിഞ്ഞാടുന്നത്. അപ്പോൾ അവർ അതിനൊത്ത വില്ലന്മാരും. പാട്രിയറ്റ് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ മൂഡ് സ്റ്റൈൽ പടം, ഹോളിവുഡ് മോഡലൊക്കെ പടം. ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ ഞാൻ 2020 പോലെയാണ്. ഇത് 20 പോലെ അല്ല. ഇത് ഇപ്രാവശ്യം വൈബ് പടം തന്നെ. പിന്നെ മമ്മൂക്കി ലാലേട്ടന് കുറേ ശേഷം പറഞ്ഞതാണ് ഹരകൃഷ്ണൻസ് പോലെ. എൻ്റെ വിചാരം അതുപോലെ ആവും. പഴയ ജയൻ്റെ കാലത്തൊക്കെ ഇപ്പോൾ ആ പോകുമ്പോൾ ആ ശൈലിയില്ല. പക്ഷേ ഇതല്ല, ഒരു മെസ്സേജ് ഉണ്ട്, ലാപ്പിൻ്റെ മെസ്സേജ് ഉണ്ട്. അതിഗംഭീരം അല്ല, അവര് രണ്ടുപേരും നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. ഭയങ്കര അല്ല, പക്ഷെ എന്നാലും 75 ഇറ്റ്സ് ഗുഡ്, വെരി ഗുഡ്. ഒരു വട്ടം കാണാനാണ് ഉള്ളത്. വാച്ച് മോർ, ഇറ്റ്സ് വെരി ഗുഡ്. കാരണം രണ്ടുപേരും ആ സ്ക്രീനിൽ വലിയ കഥാപാത്രങ്ങൾ, രണ്ടുപേരും മോഹൻലാലും മമ്മൂട്ടിയിലും. ഇറ്റ്സ് വെരി ഗുഡ്. നല്ല രീതിയിൽ. പിന്നെ എല്ലാവരും ഫസ്റ്റ് ഹാഫിനേക്കാളും കൂടുതൽ ഫസ്റ്റ് ഹാഫിൽ മമ്മൂക്കുള്ളത്, സെക്കൻഡ് ഹാഫ് കൂടുതൽ എല്ലാവർക്കും എൻഗേജിങ് ആയിരുന്നു. അത് കാരണം രണ്ടുപേരും ഒരുമിക്കുമ്പോൾ ആ ഒരു അഡ്രിനാലിൻ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് ശരിയാണ്. പിന്നെ കഥ അങ്ങനെയാണ് മേക്ക് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് ദാറ്റ്സ് ഗുഡ്. പിന്നെ ശരിക്കും ഫഹദ് ഫാസിലാണെങ്കിലും കുഞ്ചാക്കോ ബോബനാണെങ്കിലും എല്ലാ ആ കാസ്റ്റിംഗ് വളരെ നല്ലതായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ മമ്മൂക്ക ലാലേട്ടൻ എന്നുള്ളതല്ല, ഒരു ചെറിയ ക്യാരക്ടറിനും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഫീമെയിൽ ക്യാരക്ടേഴ്സിന് സെറീനൊക്കെ വളരെ നല്ലതായിരുന്നു. ദർശന അവരൊക്കെ നല്ലതായിരുന്നു. മഹേഷ് നാരായണൻ എന്തായാലും കൺഗ്രാറ്റ്സ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സിനിമ അടിപൊളിയാണ്, ഭയങ്കര എൻഗേജിങ് ആണ് സിനിമ. 4 പേരും അടിപൊളിയാണ്. മേക്കിംഗ് എങ്ങനെയുണ്ടായിരുന്നു? മൊത്തം എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതെല്ലാം എല്ലാവർക്കും വർക്ക് ആവുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. ഡിപ്പെൻസ്. എനിക്ക് വർക്കായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമന്റും കൊടുക്കുന്ന ആളല്ല. അല്ല, എന്നാലും ഇപ്പൊ അഭിപ്രായങ്ങളൊക്കെ നോക്കിയോ? ബാക്കിയൊക്കെ നോക്കിട്ട് വരട്ടെ.
100% സാറ്റിസ്ഫൈഡ് ആണോ? നോ കമന്റ്സ് നമ്മുടെ പടമല്ല, അപ്പോൾ വേറെ ആളുകൾ പറയട്ടെ. പാട്രിയറ്റിന്റെ പ്രേക്ഷക പ്രതികരണം നമ്മളൊക്കെ കേട്ടു. ശരിക്കും എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ 100% സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് പറയുന്നത്. മമ്മൂക്ക ലാലേട്ടൻ ഫാൻസിന് പറ്റിയൊരു മൂവിയാണ്. എന്നാൽ മാസ് പ്രതീക്ഷിച്ച് വരരുത്. ഒരു ക്ലാസ് പടം, ഒരു മഹേഷ് നാരായണൻ്റെ ക്ലാസ് പടമാണെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്. പലരും 5ൽ 3.5 സ്റ്റാർ ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഒരുപാട് പ്രതീക്ഷയോടെ 125 കോടിയിലും മുതൽ മുടക്കിൽ വന്ന ഈ സിനിമ ഒരു ബിഗ് ബജറ്റ് ആവും എന്ന് പറയുന്നവരും ഉണ്ട്. മമ്മൂക്കാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത്, ലാലേട്ടന് കുറഞ്ഞു പോയി എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. എന്തൊക്കെയായാലും പടം നല്ല വിജയമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.